മാനം മാനം മുട്ടും പണമുണ്ടേലും മായം മായം വിൽക്കും തടയണ്ടാരും നല്ലേലും ബില്ലേലും പെല്ലേലും മറിമായം ചേട്ടാ ചേട്ടോ ചേട്ടനെ ചേച്ചിനൊക്കെ നോക്കി നിന്നാലും ആ പോയല്ലോ എന്താ പോവാത്തെ ആലോചിച്ചിരിക്കുന്നു. അടുത്ത ജന്മമെങ്കിലും കറണ്ട് പോവാത്ത ഒരു രാജ്യത്ത് ജനിച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോ ഞാൻ എങ്ങനെ ദോശ ഉണ്ടാക്കും? മതി കത്തിച്ചത് പറഞ്ഞു പോവാ. ചേട്ടാ ചേട്ടോ ചേട്ടാ ഞാൻ KSEB എങ്ങനെ അറിഞ്ഞു ഇവിടെ കറണ്ട് പോയത്? ഞാൻ ഇപ്പൊ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി വരുമായിരുന്നു. അപ്പോഴേക്കും ഇങ്ങോട്ട് വന്നോ അന്വേഷിക്കാൻ? ഈ KSEB-ലൊക്കെ ഈടായിട്ട് എങ്ങനെയാണോ അപ്പൊ തന്നെ അന്വേഷിക്കാൻ വരും? ഞാൻ നിങ്ങളുടെ കറണ്ട് പോയത് അന്വേഷിക്കാൻ വേണ്ടി വന്നതല്ല. നിങ്ങൾ ബില്ലടച്ചിട്ടില്ലല്ലോ, ഞാൻ ഫ്യൂസ് ഊരാൻ വേണ്ടി വന്നതാ. അയ്യോ ഏട്ടൻ ഇവിടെ ഇല്ല. ഫ്യൂസ് ഊരാ ഏട്ടൻ വേണമെന്നില്ല, ഞാൻ ഊരാലും പോരും. ഇതാ കണ്ട. അതല്ല ഏട്ടൻ ഒരാഴ്ചയായിട്ട് ഇവിടെ ഇല്ല, അതാ ബില്ലടയ്ക്കാൻ പറ്റാത്ത. ബില്ലടക്കാൻ ഏട്ടൻ വേണമെന്നില്ലല്ലോ, നിങ്ങൾക്ക് അടച്ചൂടെ? എന്താ നിങ്ങൾ ചെയ്യാത്തത്? ഇങ്ങനെ കട്ടുപയോഗിക്കുന്നത് ശരിയല്ല കേട്ടോ. അത് നിങ്ങൾ തൽക്കാലത്തേക്ക് ആ കറണ്ട് ഒന്ന് ഓൺ ചെയ്തതാ. അത് നിയമലംഘനാണ്. നിയമം വിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് കുറച്ച് സമയത്തേക്ക് മതി, ആ ദോശമാവ് ഒന്ന് അരച്ച് തീർത്തോട്ടെ. നിങ്ങളെ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഒരു 2 മിനിറ്റ്. നിങ്ങളൊരു കാര്യം ചെയ്യാം, ആ ഔസേപ്പേട്ടന്റെ കടയിൽ പോയാൽ നല്ല ദോശമാവ് കിട്ടും. അതാണ് കലക്കി ചുട്ടാ പോരെ. എന്തിനാ വെറുതെ ജോലിയൊക്കെ എടുക്കണത്? പിന്നെ ബില്ല് പെട്ടെന്ന് അടച്ചു കഴിഞ്ഞാൽ ഫ്യൂസ് ഇടും, ഇല്ല കറണ്ട് വരില്ല. എന്തൊരു കഷ്ടം, ഇനി കറണ്ട് വരികയില്ലേ? നമസ്കാരം KSEB. സാർ ആളങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ. അയ്യോ സാർ ഈ ഫോൺ കട്ട് ചെയ്യുമ്പോഴേക്കും ആളവിടെ എത്തും സാർ. ശരി സാർ. ഹലോ KSEB നമസ്കാരം. അയ്യോ സാർ പറയുന്നതുകൊണ്ട് വിഷമം തോന്നരുത്, ആ ലൈനിൽ ചിലപ്പോൾ ഇന്ന് കറണ്ട് വന്നില്ല എന്നിരിക്കും. ശരി സാർ, ഞങ്ങൾ ശ്രമിക്കാം. ഓക്കെ. നമസ്കാരം KSEB. സാർ ഇവിടുന്ന് തിരിച്ചു സാർ. കറണ്ട് പോയാലല്ലേ കറണ്ട് വരൂ. സാർ വന്നിട്ടുണ്ട് സാർ. ശരി ശരി, ഓക്കെ സാർ, താങ്ക് യു. സാർ ബില്ലടയ്ക്കാൻ താമസിച്ചുപോയി. ഇപ്പോൾ ബില്ലടച്ചു. ഇപ്പോൾ ക്യാഷ്യർ പറഞ്ഞു ഇവിടെ കാണിക്കാൻ പറഞ്ഞു. എന്താ താമസം? ചെന്നൈ വരെ പോകണമായിരുന്നു സാർ, ഓഫീസിൻ്റെ ചില ആവശ്യങ്ങളൊക്കെ. നിങ്ങളുടെ ഓഫീസിൻ്റെ കാര്യങ്ങൾ നോക്കി നടന്നാലേ ഇവിടെ പണി കൂടുന്നത് ഞങ്ങൾക്കാ. സാർ ഫ്യൂസ് ഒന്നും ഇട്ടെങ്കിൽ വീട്ടിൽ കറണ്ട് ഇല്ലേ, അതാ. വണ്ടിയുണ്ടോ? വണ്ടിയുണ്ട്. വണ്ടി ഉണ്ടെങ്കിൽ പോയിട്ട് ഉച്ച കഴിഞ്ഞ് വാ, ഞാൻ ആരെങ്കിലും കൂട്ടി വിടാം. അത് ഈ ഫ്യൂസ് ഊരാൻ വേണ്ടി ഞാൻ ഇവിടുന്ന് ആരെയും കൊണ്ടുപോയില്ലല്ലോ വണ്ടിയിൽ. ഫ്യൂസ് കുത്താൻ ഇവിടുന്ന് ആളങ്ങോട്ട് വരണ്ടേ? അല്ല, ഫ്യൂസ് ഊരാൻ വേണ്ടി ഞാൻ ഇവിടുന്ന് ആരെയും കൊണ്ടുപോയില്ലല്ലോ. ഒന്നാമത് ഇവിടെ ആവശ്യത്തിന് ജോലിക്കാരില്ല. പിന്നെ താൻ അടച്ച ബില്ല് ഈ സിസ്റ്റത്തിൽ എൻ്റർ ആവണം. അതിന് മുന്നേ തൻ്റെ പേര് ഡിസ്കണക്ഷൻ ലിസ്റ്റിൽ ഉണ്ടോ നോക്കണം, തൻ്റെ കണക്ഷൻ ഡിസ്കണക്റ്റ് ആയോ നോക്കണം. ഇതിനൊക്കെ ഒരുപാട് സമയമെടുക്കും. താൻ ഉച്ച കഴിഞ്ഞ് വണ്ടിയായിട്ട് വാ, ഞാൻ ആളെ വിട്ടുതരാം. ഇതെന്തോന്നാണ് സാറേ, ഊര ഇത്ര പാടൊന്നും ഇല്ലായിരുന്നല്ലോ, പിന്നെ എന്താണ് വയ്ക്കാൻ പാട്? ഇച്ചിരി സമയം എടുക്കും, ഇവിടെ നിന്ന് ആള് വരണം. ഞാൻ ബില്ല് അടച്ചിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, ബില്ല് അടച്ചു. ഇപ്പൊ എന്റെ കൈ തന്നാൽ ഞാൻ കൊണ്ടുവന്നു കുത്തായിരുന്നു. അവിടെ തനിക്ക് ഇവിടെ സ്ഥിരം ജോലി തരാം. സാർ അതല്ല, വീട്ടിൽ കറണ്ടില്ല, ഭയങ്കര ചൂടാണ്, രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇവിടെ മീൻസ് നമ്മുടെ കേരളത്തിൽ എല്ലാ കാര്യങ്ങളും അല്പം സാവകാശം നടക്കുകയുള്ളൂ. താൻ പോയിട്ട് ഉച്ച കഴിഞ്ഞ് വണ്ടിയായിട്ട് വാ. എന്നാ ശരി സാർ, ഞാൻ പോയിട്ട് ഉച്ചയ്ക്ക് വണ്ടിയായിട്ട് വരാം. അതാ നല്ലത്. സാർ ഫോൺ വച്ചിട്ടില്ലായിരുന്നു, കോള് വന്നു. നമസ്കാരം KSEB. മരം ഒടിഞ്ഞു വീണോ? ഇവിടുന്ന് ആള് വരും. ഇവിടുന്ന് ആളങ്ങോട്ട് വരുമെന്ന് പറഞ്ഞില്ലേ? മരമല്ലേ ഒടിഞ്ഞു വീഴുന്നുള്ളൂ, അല്ല ആകാശമൊന്നും ഇടിഞ്ഞു വീടില്ലല്ലോ. ആള് വരും. ശരി, വണ്ടിയായിട്ട് വരാം. വണ്ടിയും കൊണ്ട് വന്നിട്ടുണ്ട് സാർ. ഡിസ്കണക്ഷൻ്റെ സത്യശീലൻ സാർ, നീ വന്നേ. എന്താ സാർ? അതെ, ഇദ്ദേഹത്തിന്റെ ഡിസ്കണക്ഷൻ കേസ് ഒന്ന് കണക്ട് ചെയ്തിട്ട് വന്നേ. അയ്യോ സാർ, ആ കൊപ്പത്തെ ലൈനൊക്കെ പൊട്ടിയിട്ട് ആകെ പ്രശ്നമാണ്. സാറ് പറഞ്ഞില്ല, അത് ആദ്യം പോയി ശരിയാക്കണം എന്ന് പറഞ്ഞല്ലോ. ആദ്യം അത് നടക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പൊക്കോളാം. അല്ല, ഇത് ഏത് ഏരിയ? ഇത് 6 മൈലാണ്. 6 മൈൽ അത് രണ്ടും കൂടി നടക്കില്ല സാർ. ഞാനൊരു കാര്യം ചെയ്യാം, അത് ചെയ്തിട്ട്
പിന്നെ ഇത് പോയി ചെയ്തോളാം സമയം ഉണ്ടെങ്കിൽ. ശരി. എന്നാ ഞാൻ ആ വഴി പോകുന്നുണ്ട്. ആ കണക്ഷൻ ഞാൻ കൊടുത്തേക്കാം സാർ. ബാലേട്ടാ, അത് ആരുടെ ഏരിയ? നിന്റെ എന്റെ ഏരിയ അല്ലേ? എന്റെ ഏരിയയിലുള്ള ജോലി ഞാൻ തന്നെ ചെയ്തോളാം. എന്തിനാ നിങ്ങൾ ബുദ്ധിമുട്ടുന്നത്? നിങ്ങൾ ഇവിടെ കുറച്ചു നേരം വെറുതെ ഇരിക്കും. നിങ്ങൾ പോയിട്ട് നാളെ രാവിലെ വാ, സത്യശീലം വന്ന് കണക്ട് ചെയ്ത് തരും. ഇത് എന്താണ് സാർ ഇത്? ഒരാൾ ചെയ്യാന്ന് പറഞ്ഞല്ലോ, പിന്നെ അത് ഇതിപ്പോ മരം വീണ് ഒരു ഏരിയ പ്രശ്നമായിട്ടിരിക്കുകയല്ലേ. സുഹൃത്തെ, നിങ്ങൾക്ക് അവിടെ ഒരാൾക്കല്ലേ കറണ്ട് ഇല്ലാത്തതുള്ളൂ. ഇത് മരം പൊട്ടി വീണ് ഒരു സമൂഹത്തിന് മൊത്തം കറണ്ട് വലിച്ചൊന്നുമില്ലാതിരിക്കുകയാണ്. ഒരാളുടെ പ്രശ്നമാണോ വലുത്, അതൊരു സമൂഹത്തിന്റെ പ്രശ്നമാണോ വലുത്? നിങ്ങൾ പറ. പോയിട്ട് നാളെ രാവിലെ വാ. സാർ കറണ്ട് ഇല്ലാത്തോണ്ടാണ് പറഞ്ഞ സുഹൃത്തെ. ഇവിടെ മീൻസ് നമ്മുടെ ഈ കേരളത്തിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. പോയിട്ട് സന്തോഷമായിട്ട് നാളെ വാ. ഞാൻ വണ്ടിയായിട്ട് വന്നിട്ടുണ്ട്, അതാണ് വണ്ടിയും കൊണ്ട്. അല്ല, മറ്റേ പുള്ളിയെ വിട്ടാലും മതി. അത് വന്നാൽ ശരിയായില്ല. അയാൾക്ക് കണ്ണൊന്നും കാണത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് സത്യശീലം വന്ന് ശരിയാക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഞാൻ പറഞ്ഞില്ലേ, മറ്റേ പുള്ളിയെ വിട്ടാൽ മതി. മറ്റേ പുള്ളിയെ വിട്ടാൽ മതി. അപ്പൊ നിങ്ങളോടല്ലേ മലയാളത്തിൽ പറഞ്ഞത്? വന്ന് ശരിയായി തരാന്ന് പറഞ്ഞില്ല, പിന്നെന്താണ്? സാറ് ഫോൺ വെച്ചിട്ടില്ല. സാറ് സ്ഥിരമായിട്ട് മറന്നു പോകണം. ഇതാ കോള് വന്നു. ഹലോ. എന്നോടാ കളി? KSB കാര് വന്നില്ലെന്ന് വെച്ച് ഇരുട്ടത്തിരിക്കാൻ പറ്റുമോ? സൂക്ഷിച്ച് വേണം, കറണ്ട് അടിക്കാതെ നോക്കിക്കോണം. കറണ്ട് ഉണ്ടെങ്കിലേ അടിക്കുള്ളൂ. ഇപ്പൊ കറണ്ടിന്റെ ബില്ല് വരുമ്പോഴാണ് ഷോക്ക് അടിക്കുന്നത്. നിങ്ങൾക്ക് ഇത് വല്ലതും അറിയാവോ? അല്ലെങ്കിൽ ഈ ഫ്യൂസ് അടിച്ചു പോവോ? എടി, നിന്നെ കെട്ടേണ്ട അന്ന് എന്റെ ഫ്യൂസ് അടിച്ചു പോയതാണ്. പോയി കറണ്ട് വന്നു നോക്കടി. നീ ആദ്യമായിട്ടാണോ കറണ്ട്? വല്ല അരക്കാനോ പൊടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തോ. എപ്പോഴാണ് പോണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞാൻ കെട്ടിയത് അങ്ങനെ എങ്ങനെ പോയൊന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യ്, അപ്പുറത്ത് കറണ്ട് ഉണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചാണ്. ഇല്ല. ഓ, സമാധാനമായി. ഞാൻ കെട്ടിയത് അങ്ങനെ എങ്ങനെ പോവേന്നും ഇല്ല. ഇനിയിപ്പോ ഈ കറണ്ട് എപ്പോ വരാനാണോ എന്തോ. അതെ. എന്താ അതെ? പിന്നെ എനിക്ക് കുറച്ച് ദോശമാവ് വാങ്ങി തരോ? ഈ മുടിഞ്ഞ കറണ്ട് കാരണം മനുഷ്യന് ഭ്രാന്ത് പിടിക്കും. ദോശമാവ് ഒരു പാക്കറ്റ് മതിയാ? പിന്നെ ആ ഔസേപ്പേട്ടന്റെ കടയിൽ നിന്ന് വാങ്ങിയാ മതി. അതെന്റെ ഔസേപ്പേട്ടന്റെ കടയിൽ നിന്ന് വാങ്ങിയാ മതി. ആ ലൈൻമാൻ പറഞ്ഞു അവിടുത്തെ ദോശമാവ് നല്ലതാന്ന്. ഏത് ലൈൻമാൻ? അന്ന് ഇവിടെ വന്നേ. ഇപ്പൊ വന്ന് കണ്ട ലൈൻമാൻമാര് പറയണാണ് നിനക്ക് കാര്യം. അവന്റെ ലൈൻമാൻ ഞാൻ ഒന്ന് ശരിയാക്കി കൊടുക്കാം. വിരിപ്പാക്ക സബ്സ്റ്റേഷൻ അല്ലേ ഇത്? അല്ല, ഇവിടെ കറണ്ട് ഇല്ല. ഇവിടെ KSB എന്നാണ്. KSB ഓഫീസിൽ നിന്നാണ്. 10ാം കാല് KSB ഓഫീസ്. ഇല്ല, കാലത്ത് പോയതാണ്. ഇതുവരെ ചുട്ടിട്ട് ഇരിക്കാൻ പറ്റണല്ലോ എൻ്റെ ഉള്ളിൽ. മാറ്റി വെക്കാം, ട്രാൻസ്ഫോമർ മാറ്റി വെക്കാണല്ലേ. അത് ശരി. ആയിക്കോട്ടെ. അത് ശരി. എക്സ്ക്യൂസ് മീ സർ. അത് ഓർമ്മയില്ല. ഇരുന്നോട്ടെ. ആയിരിക്കും. എനിക്ക് ഈ തവണ 2 കറണ്ട് ബില്ലാണ് വന്നിട്ടുള്ളത്. 1 ഫ്രം ഓൺലൈൻ, മറ്റേത് പിന്നെ സാധാരണ വരുന്ന കൂതറ ബില്ല്. അതുകൊണ്ട് രണ്ടിന്റെ എമൗണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ കമ്പ്യൂട്ടർ വഴിയൊക്കെ ഓൺലൈൻ വഴിയൊക്കെ വരുമ്പോൾ പല കടമ്പകൾ കടന്നിട്ടാണല്ലോ ഇപ്പം കടയിൽ ബില്ലൊക്കെ എത്തണേ. വല്ല ഈ വൈറസ് ഒക്കെ കയറിയിട്ട് അങ്ങനെ വല്ല ഈ അച്ചടി സ്റ്റിക്കൊക്കെ വന്നിട്ട് അങ്ങനെ ബില്ല് ഇതായി പോണതായിക്കോ. അതപ്പോ ഇങ്ങനെ വന്നോണ്ട് ഇപ്പൊ ഞാൻ ഇതിൽ ഏത് ബില്ല് അടയ്ക്കണം? നിങ്ങൾ രണ്ടും അടത്തോളി. രണ്ടും അതടക്കില്ല സാർ. ഒന്നാമത് ഇവിടെ എപ്പോഴും കറണ്ട് പോവാണ്. പിന്നെ എപ്പോ നോക്കിയാലും പവർ കട്ടും. ഇതൊക്കെ അമേരിക്കയിൽ ചെയ്യുന്ന പോലെ ചെയ്യണം. അവിടെ പവർ കട്ടില്ല. അവിടെ എല്ലാ ലൈനും കമ്പിയൊക്കെ മണ്ണിന്റെ അടിയിൽ കൂടെയാണ്. ഇവിടെ ഇപ്പൊ ഈ കാണുന്ന സ്ഥലത്തു കൂടെ തന്നെ ഇതൊക്കെ വലിച്ചു കെട്ടി ഉണ്ടാക്കിയിട്ട് ഇവിടെ നേരാക്കാൻ നേരം കിട്ടണില്ല. ഇനിയിപ്പോ അത് കാണാത്തോടത്തു കൂടെ ഈ മണ്ണ് കുഴിച്ചുണ്ടാക്കിയിട്ട് അതിന്റെ അടിയിലിട്ടാ എവിടുന്ന് നേരാവുന്ന വിചാരിക്കുന്നത്. ഞാനിപ്പോ ഇതില് ഏത് ബില്ല് അടക്കണം? ഞാനിപ്പോ ഏതാ അടക്കേണ്ടത്? നിങ്ങൾ ഒരു കാര്യം ചെയ്താ ഇതില് ഒരു വെല്ലു പിടിക്ക്. ഒരു വെല്ലു പിടിക്ക്. പിടിച്ചു നോക്കുന്നേ. നിങ്ങൾ നിങ്ങൾ പിടിച്ചോളാം. ഇതിപ്പോ കറണ്ട് ഉള്ള വരലൊന്നും അല്ലല്ലോ. നിങ്ങൾ പിടിക്കാം. ഓൺലൈൻ വഴി വന്നിട്ടുള്ള അടച്ചോളാം. ഓൺലൈൻ വന്ന ബില്ല് അടച്ചോളാം.
ഓൺലൈൻ വഴി വന്നിട്ടുള്ള ബില്ല് അടച്ചോളി. അപ്പൊ പിന്നെ പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല, ഞാനല്ല പറയണത്. സാറെ സമ്മതിച്ചാൽ അമേരിക്കയിലെ ഇങ്ങനെ വിരല് പിടിച്ച് കണക്ക് പറയണത് ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. പല ജാതി ഉണ്ട് ഇവിടെ. ആ ബില്ല് ഞാൻ അടയ്ക്കും. പക്ഷെ അപ്പൊ ഈ ബില്ല് അടച്ചില്ലെന്ന് പറഞ്ഞ് കറണ്ട് കട്ട് ചെയ്യൊന്നുമില്ലല്ലോ. ഞാൻ അഥവാ അങ്ങനെ സംഭവിച്ച ഞങ്ങള് മറ്റേ ബില്ല് അടച്ചോളി. അതെങ്ങനെയാ സാറേ ശരിയാവുന്നത്? ഒരു ബില്ലല്ലേ അടയ്ക്കാൻ പറ്റുള്ളൂ. അല്ല, നിങ്ങൾ ആദ്യം ഇപ്പൊ ഈ ബില്ല് അടക്ക്. നിങ്ങളെ കറണ്ട് കട്ട് ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ. ഇല്ല. കട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇല്ല. അപ്പൊ നിങ്ങളത് അടക്ക്. അടയ്ക്കാം. ഞാനല്ലേ പറഞ്ഞു ധൈര്യം തരുന്നേ. സാറേ പിന്നെ മറ്റേ ബില്ല് അടച്ചില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെയും വന്ന് കൈ പിടിപ്പിക്കരുത്. നിങ്ങൾ ധൈര്യമായിട്ട് പോവുന്നേ. ഇനിയിപ്പോ ഒരു ബില്ല് അടക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ, തലേന്ന് പോവില്ലല്ലോ. ഇവർക്കൊക്കെ 2 ബില്ല് 3 ബില്ല് അടക്കണം, എന്നാലും മതിയാവില്ല. ഞാനാണു മിസ്റ്റർ ബർമ്മ, നാട്ടാർക്കു ചക്രങ്ങൾ ഉരുണ്ടുമാറി അകന്നു പോകുന്നതും നോക്കി നിസ്സഹായതയോടെ അമലയും ശീതം. കരണ്ടോ? ജോയ്സിയുടെ നിങ്ങള് കരണ്ട് വന്നു. അവതരിപ്പിക്കുന്നു അമല. നിങ്ങൾക്കായി പെങ്ങളെ, അതെ, ഞാൻ അറിയാതെ എങ്ങനെയോടെ കറണ്ട് വന്നത്. അത് സാധാരണ എല്ലായിടത്തും എങ്ങനെയാണ് പറഞ്ഞത്, ലൈൻ കമ്പി വഴി. ഞാൻ നിങ്ങളുടെ തമാശ കേൾക്കാൻ വേണ്ടി വന്നതല്ല, ഈ ലൈന് കണക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പൊ സാറ് ലൈൻ കണക്ട് ചെയ്ത് പോ. നിങ്ങളോട് ആരാ പറഞ്ഞത് കണക്ട് ചെയ്യാൻ? സാറേ കറണ്ട് ഇല്ലാതെ എത്ര നേരം എന്ന് വെച്ചിട്ടാണ്, രാത്രി ഫാൻ ഇടാതെ ഉറങ്ങാൻ പറ്റണില്ല. അതുകൊണ്ട് ഞാനൊരു വയറെടുത്ത് കണക്ട് ചെയ്തു. സാർ അത് വലിച്ചു ഊരിയിട്ട് ഫ്യൂസ് കണക്ട് ചെയ്തിട്ട് പോ. നിങ്ങൾ ചെയ്ത എത്ര വലിയ കുറ്റാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഓ, ഇതെന്ത് കുറ്റം? എന്നാ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യ്, നേരെ ആ പോസ്റ്റിലോട്ട് കയറ്, എന്നിട്ട് അതിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വലി. സാറേ ഇത് ഇത്ര വലിയ വിഷയമാക്കാനുണ്ടോ? വിഷയമാക്കാനുണ്ട്. നിങ്ങൾ ഈ വീടിന്റെ ഓണറായിരിക്കും, കറണ്ട് നിങ്ങളുടെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലോ. ഇതങ്ങനെ ഫ്യൂസ് ഊരാനും കുത്താനും കളിക്കാൻ. നിങ്ങളിത് ഊരാൻ കാണിക്കുന്ന ശുഷ്കാന്തി തിരിച്ചങ്ങോട്ട് കുത്താൻ വേണ്ടി കാണിക്കുന്നില്ലല്ലോ. ബില്ല് അടച്ചിട്ട് ഞാൻ 3-4 തവണ നിങ്ങളുടെ ഓഫീസിൽ കയറി ഇറങ്ങി, എന്നിട്ട് ഒരു നടപടി ഉണ്ടാകത്തോണ്ടാണ് ഞാൻ ഒരു വയറെടുത്ത് കണക്ട് ചെയ്തത്. അത് വലിയ കുറ്റമായി പോയി. മരം വീണെടുത്ത് പോയി ആ ലൈൻ എല്ലാം ശരിയാക്കിയിട്ടാണ് ഞാൻ വരുന്നത് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നിങ്ങൾ ഈ തോന്നിയ ദിവസം എന്താ കളിക്കണേ? നിങ്ങൾ ആ ഫ്യൂസ് എടുത്ത് കുത്തിയാ പോരെ, ഇവിടെ കിടന്ന് ബേളം ഉണ്ടാകണ കാര്യം. സാറായിരുന്നോ? എന്താ എന്റെ പെങ്ങളെ ഇത്? ഔസേപ്പേട്ടന്റെ കടയിൽ ദോശമാവ് നന്നായിരുന്നു കേട്ടോ. അത് കുഴപ്പമില്ല, അവര് കമ്പനി സാധനങ്ങൾ ഇറക്കും, ഞാൻ പറഞ്ഞില്ലേ. പെങ്ങളെ, ഇയാൾക്കോ വിവരമില്ല. നിങ്ങൾക്ക് എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോടെ ഫ്യൂസ് ഊരുന്നതും കുത്തുന്നതും കുറ്റകരമാണെന്ന്. ഫ്യൂസ് കെട്ടുന്നത് കുറ്റാണോ? പിന്നെ കുറ്റല്ലേ? അയ്യോ, ഭയങ്കര കുറ്റമാണ്. IPC 342 വകുപ്പ് പ്രകാരം അത് ഭയങ്കര ഒരു കുറ്റമാണ്. പിന്നെ നമ്പർ അറിഞ്ഞൂടാത്ത വേറൊരു വകുപ്പ് പ്രകാരം ഇത് തിരിച്ച് കുത്തുന്നതും കുറ്റമാണ്, അല്ലേ സാറേ? ഓഹോ, കളിയൊക്കെയാണ്. എന്നാ ഇപ്പൊ കാണിച്ചു തരാം ഞാൻ. സാറേ എൻ്റെ അത് ഒരു മഞ്ഞ വയറാണ് ഞാൻ കണക്ട് ചെയ്തത്. ഒരു മഞ്ഞ, അതെനിക്കറിയാം. എന്നെ പഠിപ്പിക്കണം. അതങ്ങനെയല്ല, ഒന്ന് ഊരടോ. ഒരു മീറ്ററിന്റെ ലോക്ക് പോലും ഊരാറിഞ്ഞു ഇവിടെ സാറേ. അത് തന്നെ ഊരിയാ മതി, വലിച്ചൂരിയ. അത് ഊരി. ഇനി ആ ഫ്യൂസ് എടുത്ത് കുത്ത്. ഇനി എങ്ങാനും താൻ ഇതെടുത്ത് കുത്തിയെന്ന് ഞാൻ അറിഞ്ഞാൽ അപ്പൊ കാണിച്ചു തരാം. അപ്പൊ ഫ്യൂസ് കുത്തണ്ടേ? എടോ, ഇത് എന്റെ ചോറാണ്. ആത്മാർത്ഥതയുള്ള ഒരു KSEB ഉദ്യോഗസ്ഥൻ ഇതിന് കൂട്ടു നിൽക്കൂല. അയ്യോ സാറേ, ഞാൻ അരി പൊടിക്കായിരുന്നു. അരിപ്പൊടി നമ്മുടെ ഔസേപ്പേട്ടന്റെ കടയിൽ നിന്ന് വാങ്ങിക്കേ. അല്ലെങ്കിൽ വേണ്ട, അരിപ്പൊടിക്ക് നല്ല സൂണന്റെ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. തൊട്ടടുത്ത് തന്നെ. സാറേ എന്താ ഇത്? 100 രൂപ. അത് 100 രൂപയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇത് എന്തിനാ എനിക്ക് തരുന്നതെന്ന്. എന്റെ ഒരു സന്തോഷത്തിന്. അത് വേണ്ട, തനിക്ക് സന്തോഷത്താണെങ്കിൽ ഒരു കാര്യം ചെയ്യും, താൻ റോഡിലേക്ക് ഇറങ്ങി നിൽക്ക്. എന്നിട്ട് വരുന്നവരും പോകുന്നവരും ഒക്കെ 100 രൂപ വെച്ച് കൊടുക്ക്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വരും. തുള്ളിച്ചാടാം കേട്ടോ. സാറ് ഫ്യൂസ് കുത്തണ്ടേ? എടോ, ഞാൻ ആള് വേറെയാണ്. എന്റെ മുഖമുദ്ര എന്താണെന്ന് എനിക്കറിയാമോ? ഇല്ല, അറിഞ്ഞൂടാ. സത്യസന്ധതയും ആത്മാർത്ഥതയുമാണ് എൻ്റെ മുഖമുദ്ര കേട്ടോ. നമുക്ക് കാണേണ്ടി വരും. ശരി കേട്ടോ പെങ്ങളെ. ഏട്ടാ, ഒന്ന് സുഗുണൻ ചേട്ടന്റെ കട വരെ പോയിട്ട് വരോ? എന്തിന്? അരിപ്പൊടി വാങ്ങാൻ. ആ ലൈമാൻ പറഞ്ഞല്ലോ നല്ലതാന്ന്. എന്റെ ഔസേപ്പേട്ടന്റെ ദോശമാവും സൂണേട്ടന്റെ അരിപ്പൊടിയും കയറിപ്പൊടിയാത്ത് ഒരു പെങ്ങളെ ഞങ്ങളെ വന്നേക്കണ്. ഇത് കുറെ കണ്ടിട്ടുണ്ട് കേട്ടാ. അരിപ്പൊടി നിനക്ക് എപ്പോഴും അരിപ്പൊടി വാങ്ങിക്കണം. അപ്പൊ അതാണ് ഇപ്പൊ പ്രശ്നം അല്ലേ? സംഭവമൊക്കെ ശരി തന്നെയാണ്. ഇതിപ്പോ നിങ്ങൾ ഈ KSEBയുടെ ഇതിലൊക്കെ നിങ്ങളെ അധികാരം ബില്ല് അടച്ചിട്ടുണ്ടായിരുന്നു. അതെ, ബില്ലടച്ച്. പക്ഷെ അതിപ്പോ അവിടുത്തെ ലൈൻമാൻ ചെന്നൈയിലായിരുന്നു. നിങ്ങളോ ഒരു ദിവസം താമസിച്ചു. അതെ, അല്ല അപ്പൊ എന്താ പറയണെന്ന് വെച്ചാല് നിങ്ങള് ഈ പറഞ്ഞ മാതിരി KSEBിന്റെ ചില ആവശ്യങ്ങൾ പറയണത് അങ്ങോട്ട് കേൾക്കാതെയോ. ഈ തോക്കിന്റെ ഇടയിൽ കയറിയിട്ട് പടി വെക്കാൻ പറഞ്ഞ കേക്ക്. ബില്ല് അടച്ചു. അതുകൊണ്ട്
ബില്ലടച്ച അവിടുന്ന് ആള് വരാത്തോണ്ടല്ലേ ഞാൻ പോയി അപ്പൊ ബില്ല് അടച്ചു, ആള് വന്നില്ല കണ്ടില്ല ഞങ്ങൾ എടുത്ത് കെട്ടും. ബില്ലടച്ചിട്ട് 2-3 ദിവസം വെയിറ്റ് ചെയ്ത് അപ്പൊ വെയിറ്റ് ചെയ്യേണ്ടൊക്കെ വരും. ഇവിടെ ഉണ്ടായിരുന്നു ഒരാൾ, ഇവിടെ ഉണ്ടായിരുന്നു, അയാള് വരാന്ന് അതന്നെ നിങ്ങൾ പറഞ്ഞു. ഞാൻ ഇവിടെ സാറിന്റെ അടുത്ത് വന്നായിരുന്നു. സാറിന്റെ അടുത്ത് വന്നപ്പോ ഇവിടെ വേറെ പറയും അത് കേൾക്കാം. പുള്ളിയുടെ അടുത്ത് വന്നപ്പോ ഈ പറഞ്ഞ സത്യശീലൻ എന്ന് പറഞ്ഞ ആളെ വിളിച്ചു, അങ്ങോട്ട് വിളിച്ചു. അപ്പൊ അയാളുടെ കൂടെ വേറൊരാള് വന്നു. അയാള് വരാന്ന് പറഞ്ഞു. എന്നാ ഞാൻ അതിന്റെ സത്യാവസ്ഥ പറഞ്ഞുതരാം. അങ്ങനെ അതുവഴി ഇയാള് പറഞ്ഞു അത് ഇപ്പൊ വരണ്ട, നിങ്ങള് പോകണ്ട, നിങ്ങളുടെ സ്ഥലമല്ല. അയാള് വന്നാ മതിയായിരുന്നു. ഒന്ന് ഫ്യൂസ് ഇടുന്ന കാര്യമല്ലേ, ഇത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നും അല്ലല്ലോ സാർ. ആർക്കാനക്കോ അനക്ക് പ്രശ്നമല്ല, അത് ഇവിടെ KSEBക്ക് പ്രശ്നം തന്നെയാണ്. പൊതുജനങ്ങൾ അങ്ങനെ കയറി ഒരു ഫ്യൂസ് കെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം തന്നെയാണ്. നാളെ നിങ്ങൾ അതിന്റെ മുകളിൽ കയറിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്താൽ, ഒരു മരണം സംഭവിച്ചാൽ ആരും ഉത്തരവാദിത്തം പറയും? നിങ്ങൾ പറയോ? അപ്പൊ എന്തായാലും ഇപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ അത് നിലവിൽ നിങ്ങളുടെ ഇപ്പൊ ഈ ഒരു പരാതി ഞാനത് എടുത്ത് വേറെ പരാതി ഒന്നും ഇല്ലെങ്കിലും ഞാൻ ലൈൻമാൻ വരട്ടെ. അയാൾ ഒന്നാമത്തെ ഈ ലൈൻമാൻ പി സത്യശീലൻ എന്ന് പറഞ്ഞ ആൾ ഇത്തിരി ആത്മാർത്ഥതയും ഇത്തിരി കൃത്യനിഷ്ഠയൊക്കെ കൂടുതൽ, അങ്ങനെ ഭ്രാന്തായ ആളായോ ഇത്തിരി പട്ടുള്ളവനാ. അപ്പൊ ഓരോടത് പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിലും ഉണ്ട്. ഓന്റെ പണിയാണ് ഇപ്പൊ നിങ്ങൾ കയ്യാളിയത്. അതിന്റെ ഒരു ചുരക്കാണ് മൂപ്പര് ഉള്ളിൽ കിടക്കണത്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ വഹിക്കണത്. അത് ഞാൻ പറഞ്ഞ് ശരിയാക്കാം കേട്ടോ. സത്യശീലൻ വരട്ടെ. കറണ്ടില്ല വീട്ടില്, അതാണ് എന്റെ ഫീസ് ഇതുവരെ ശരിയായില്ലേ? എന്റെ ഫ്യൂസിന്റെ കാര്യം അവിടെ കിട്ടും സാർ. ആദ്യം ഈ ഫോൺ നേരെ അടിക്കണം. നമസ്കാരം, KSEB. കറണ്ടോ? കറണ്ടിന് വരില്ല. ഇന്ന് നല്ല നാളെ നല്ല ഇനി ഒരിക്കലും വരില്ല. കറണ്ട് മരിച്ചുപോയി. കറണ്ട് വന്നു, താങ്ക്സ് എന്നൊരു വിളി ഈ ഫോണിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. സാറേ എന്താ ഈ കാണുന്ന ഈ ബില്ല്? എന്ത് എന്താണിത്? ഏത് എന്താണ് ബില്ലില്? ഇതിപ്പോ തന്റെ കറണ്ട് ബില്ല് കൂടിയല്ലോ, അതിനനുസരിച്ച് അതിന്റെ ആനുപാതികമായിട്ട് ഡിപ്പോസിറ്റ് തുകയും കൂടും. ഇനി ഡിപ്പോസിറ്റ് തുക അടക്കണം. ആ കൂടിയ തുകയായത്. അല്ലേ തന്നെ ഒടുക്കത്തെ കറണ്ട് ബില്ലാണ്. ഇനി ഡിപ്പോസിറ്റ് അടക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാധാരണക്കാർ തെണ്ടിപ്പോകും സാറേ. തനിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അപ്പുറത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉണ്ട്, അവിടെ പോയി പരാതി പറയും. എന്നോട് പറഞ്ഞാൽ മതി. മതി. എന്റെ സാറെന്തിനാ ഇരിക്കാൻ? ഇല്ല, നമ്മളെ ഉള്ളേക്കാ. എന്താ സാറേ ഇത്? ബില്ലല്ലേ? ബില്ലാണ്. ഞാൻ ബില്ല് കൃത്യമായിട്ട് അടക്കണ ആളാണ്. ഇപ്പൊ ഈ ബില്ല് വന്നിട്ട് അഡീഷണൽ ആയിട്ട് അടക്കണമെന്ന് പറയുന്നു. അടക്കണോ? അഡീഷണൽ നിങ്ങളുടെ ഈ മറ്റേ ഡെപ്പോസിറ്റ് തുക കുറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ അഡീഷണൽ അടക്കണമെന്ന് പറഞ്ഞത്. എന്റെ സാറെ, നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ടിന് പൈസ അടക്കണതിന് ഞങ്ങൾക്ക് ഒരു വിരോധവും ഇല്ല. ഇത് ഉപയോഗിക്കാത്ത പൈസയാണ് ഈ എഴുതിയേക്കണത്. ഇത് അടക്കാൻ ഞങ്ങൾക്ക് ഒരു നിർവാഹവും ഇല്ല. ഉപയോഗിക്കാത്ത പൈസ എങ്ങനെ അടക്കേണ്ടി വരും? നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് പാരിജാതൻ. എന്താ പണി നിങ്ങക്ക്? അങ്ങനെയൊന്നുമില്ല. ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ശരി. ക്ലബും പരിപാടി കളിയൊക്കെ ആണ് അല്ലേ? ഫുട്ബോൾ കളിയൊക്കെ കാണലുണ്ടോ? ഫുട്ബോൾ കളിയുടെ കാര്യം പറയാൻ സാറേ, കളി ഒന്ന് എയിമായി വരുമ്പോഴേക്കും ഇവിടെ നിന്ന് കറണ്ട് കട്ടാവും. പിന്നെ നമുക്ക് ആ കളി കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് അങ്ങോട്ട് നഷ്ടപ്പെടും. ബ്രസീലായിട്ടുള്ള സെമി ഫൈനല് കളി ഇങ്ങോട്ട് തുടങ്ങി ഒന്ന് മൂത്തിങ്ങോട്ട് വന്നപ്പോ തന്നെ കറണ്ട് പോയി. കറണ്ട് വന്നപ്പോ 7 ഗോള്. ഇത് എപ്പ അടിച്ചെന്നാണ് ഞങ്ങൾ ഓർക്കുന്നത്. 1, 2, 3 ഗോൾ അടിച്ചൊരു ടീം തോൽക്കാറായി എന്ന് കാണുമ്പോഴെങ്കിലും വേണമെങ്കിൽ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് കിടന്നുറങ്ങാം. അതെ, ആ ഒരു സംശയം നമുക്ക് കിടക്കുമ്പോ നമ്മൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. നിങ്ങൾ 1-1.5 മണി പാതിരക്ക് നിങ്ങൾ കളി കാണോണ്ടല്ല കേട്ടോ. തോറ്റൊരു ടീം പിന്നെയും തോക്കുന്നത് തന്നെ അങ്ങനെ കണ്ടോണ്ടിരിക്കുക എന്ത് രസമുള്ളത്. തോറ്റു എന്ന് മനസ്സിലാക്കാൻ നിർത്തി പോയി കൂടെ? അത് നിങ്ങൾ ചെയ്യൂല. നിങ്ങൾ റൂം ഒന്ന് തണുത്താലും നിങ്ങൾ ഓഫ് ചെയ്യൂല, പിന്നെയും ഇങ്ങനെ ഇട്ടോണ്ടിരിക്കാം. സാറ് ഈ പറയുന്ന ഉപകരണങ്ങളൊന്നും ഞങ്ങളുടെ വീടുകളിലില്ല. അതിപ്പോ എന്തിലാവട്ടെ, ഞാൻ അത് നിങ്ങളുടെ വീട്ടിലത്തെ സാധനങ്ങളുടെ കണക്കെടുക്കാനല്ല ഇപ്പൊ ഞാൻ സംസാരിച്ചപ്പോ അങ്ങോട്ട് പറഞ്ഞു എന്നുള്ള ഒരു കാര്യം ചെയ്യ്. ഇപ്പൊ ഈ അഡീഷണൽ ബില്ല് വന്നത് നിങ്ങൾ എന്തായാലും അടക്കണം. ഞങ്ങൾ അഡ്വാൻസ് അടക്കണം. അതെ, നിങ്ങൾ അഡ്വാൻസ് അടക്കണം. അതിന്റെ ഡെപ്പോസിറ്റ് തുക കുറഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് അഡീഷണൽ ബില്ല് വരുന്നത്. സാറേ, ഡെപ്പോസിറ്റ് തുക കുറഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടക്കണ മീറ്ററിന്റെ റീഡിംഗ് അനുസരിച്ച് പൈസ അടക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് വേണമെങ്കിൽ ഞങ്ങൾ ഒരു പണി ചെയ്യാം. ഞങ്ങൾ പണിയെടുത്തിട്ട് മാസം കിട്ടണത് ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കാം. എന്നിട്ട് അതിന്റെ ഡെപ്പോസിറ്റും കറണ്ട് കാശും ഒക്കെ എടുത്തിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നാൽ മതി. പോരെ? അത് നന്നായിരിക്കും. നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഒരു 6 മാസത്തെ തുക ഒക്കെ ഒരുമിച്ച് അടക്കുകയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അതിന് ക്യൂ ഉണ്ട്. സാറേ, ഇങ്ങനെ ഡെപ്പോസിറ്റ് ചോദിച്ചാൽ ഞങ്ങളെ പോലത്തെ സാധാരണക്കാരുടെ വീടും കൂടിയും വിറ്റ് ഇവിടെ ഡെപ്പോസിറ്റ് അടക്കേണ്ടി വരും. പിന്നെ കറണ്ടും ഞങ്ങൾക്ക് വേണ്ട. നമ്മുടെ ഈ രാജ്യത്തൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് മഴ പെയ്ത് ഡാമിൽ വെള്ളം നിറഞ്ഞ് ആ വെള്ളം ഉപയോഗിച്ച് കറണ്ട് ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ളൊരു മെത്തേഡ് ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങളൊക്കെ ഇങ്ങനെ മര്യാദക്ക് ഉപയോഗിച്ച് പോണത്. അല്ല, അത് നിങ്ങൾ തർക്കിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ ഇവിടെ വേറൊരു മെത്തേഡിൽ കറണ്ട് നിങ്ങൾ കേട്ടില്ലേ? ആണവെന്നല്ലോ കേട്ടിട്ടില്ലേ? നിങ്ങൾ എന്താണ് 1.5 മാസമായിട്ട് മിണ്ടാതിരിക്കുകയായിരുന്നു? ഇവിടെ വന്ന് പരാതി പറയാൻ വന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ല. അപ്പൊ അത് ശരി, നിങ്ങളോട് കാര്യം പറയാൻ പോളൂ.
താടിയും. കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കണില്ല. അന്ത്യോളം ഫുട്ബോൾ കളി കണ്ടിരിക്കുക, എന്താ കാശ് വരുമ്പോൾ അത് അടക്കാൻ കഴിയില്ലാണ്ട് ഇവിടെ വന്ന് ചൂടാവുക. ഈ ജാതി ആൾക്കാരോട് അല്ല ഒന്നും വിവരമില്ല. എന്തെന്നാ നമ്മൾ വെറുതെ അവരുടെ അടുത്ത് സംസാരിച്ചിട്ട് ഞാൻ ഗെയിം കളിക്കട്ടെ. സാറേ ഈ ഫ്യൂസ് കെട്ടിത്തരാന്ന് പറഞ്ഞ് സാർ എന്നെ എത്ര പ്രാവശ്യം സാർ അങ്ങോട്ടും ഇങ്ങോട്ട് കയറ്റി ഇറക്കണത്? എന്തപ്പോ സാർ ഇവിടുന്ന് മര്യാദ വാക്ക് പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ ഇവിടുന്ന് പോയത്. എന്നിട്ട് ഞാൻ ഒരു 4 പോലുള്ള ഒരു ഫ്യൂസ് കെട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആ സത്യശീലൻ എന്റെ പേരിൽ കേസ് കൊടുത്തേക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ. എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു സാറേ. അങ്ങനെ സത്യശീലനെ വിളിച്ച് ചോദിക്കും. എന്തായി പറഞ്ഞ അയാൾ അങ്ങനെ സത്യശീല ഒന്നിങ്ങോട്ട് വാ. എന്തായി പറഞ്ഞല്ലോ അങ്ങനെ ചെയ്യൂല. അയ്യോ വന്ന് എന്താ അയ്യോ വലിയൊരു ആത്മാർത്ഥത കാര്യം വന്നേക്കണം. എന്താ പരാതി കൊടുത്താ എന്താ കേസ് കൊടുത്ത? അയാൾ അങ്ങനെയും ചെയ്യൂല. അയാൾ ഇയാൾക്ക് ഇത്രത്തോളം ആത്മാർത്ഥത ഇയാൾ എവിടെ കെട്ടിട്ടേക്കണത്? ഇങ്ങോട്ട് വാ അതെ അങ്ങനെ അവരോട് ചൂടായിട്ട് കാര്യമില്ല. ഓന്റെ പണിയാണ് ഓൻ ചെയ്യണത്. അങ്ങനെ ആരാ പറഞ്ഞു നിങ്ങൾ കേസ് കൊടുത്തത്? അതെ ഹലോ ഇങ്ങോട്ട് വന്നാണ്. നിങ്ങളെ എന്റെ പേരിൽ കേസ് കൊടുത്തില്ലേ? ഞാൻ ഒരു 4 പോലുള്ള ഫ്യൂസ് കിട്ടിയെന്ന് പറഞ്ഞോണ്ട് ഇവിടെ കോടിക്കണക്കിന് രൂപ തരാൻ വേണ്ടിയിട്ടുള്ള വലിയ വലിയ ആൾക്കാരുണ്ട്. അവിടേക്ക് നിങ്ങൾക്ക് ഇരിക്കാനാണെങ്കിൽ നിങ്ങൾ പൊതുജനങ്ങൾക്ക് ഇരിക്കാനാണ്. അതെ നിങ്ങൾ ഇപ്പം സംഗതി ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ട സംഗതികളൊക്കെ ചെയ്തു തരും. അത് അതിന് ഇവിടെ വന്നിട്ട് ഒരു ഓഫീസിൽ വന്നിട്ട് ഇങ്ങനെ മര്യാദ ഇല്ലാതെ സംസാരിക്കല്ല ഈ സാധാരണക്കാരെ എങ്ങനെയിട്ട് വലപ്പിക്കല്ലേ? എന്താണ് ഇപ്പൊ ഇവിടെ കോടിക്കണക്കിന് രൂപ തരാനുള്ള ആൾക്കാരുണ്ടല്ലോ, വലിയ വലിയ ആൾക്കാർ. നിങ്ങൾ അവരെയൊക്കെ ഫ്യൂസ് മറ്റുള്ള ആളുകളെ തർക്കിക്കല്ലേ? അവരൊക്കെ ഫ്യൂസ് നിങ്ങൾ ഇത്ര പോകുന്ന ഒരു ബൾബ് കത്തിച്ചതിന്റെ പേരിൽ ഈ ഫീസ് നിങ്ങൾ കയറി കെട്ടിയതിന് സംസാരിച്ചതിനാണോ നിങ്ങൾ ഇപ്പൊ ഈ വർത്താനം പറഞ്ഞത്? കറണ്ട് കട്ട് ഉപയോഗിച്ചാൽ വേറെ കേസ് കൊടുക്കാൻ അതെ വേണ്ട അത് പോട്ടെ. അത് അറിയാണ്ടാണ് അതിന്റെ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിയാത്തോണ്ടാണ് ഈ KSEB പറഞ്ഞ നിങ്ങൾക്ക് തമാശ കളിക്കാനുള്ള സ്ഥലമല്ല. നിങ്ങൾ ഈ അടക്കണ പൈസ കൊണ്ടൊന്നല്ല ഈ KSEBയുടെ കാര്യങ്ങളൊന്നും നടന്നു പോകണേ. അതും കൂടി മനസ്സിലാക്കിക്കോ പൊതുജനങ്ങൾ. അത് ഇവിടെ ഗവൺമെന്റ് എക്സ്ട്രാ പൈസ വേറെ അതിന് വേണ്ടിയിട്ട് ഇറക്കണ്ട. അതെന്താ മനസ്സിലാക്കാത്ത? ഞങ്ങളൊക്കെ അതിന്റെ പുറകിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾ തന്നെയാണ്. പിന്നെ ഇവിടെ കോടിക്കണക്കിന് ഉറുപ്പിക കുടിശ്ശിക വരുത്തി. അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. എന്റെ വീട്ടിൽ കറണ്ട് തരാൻ പറ്റുമെങ്കിൽ സാറേ നിങ്ങളുടെ വീട്ടിൽ ഫ്യൂസ് കെട്ടി തരാൻ പറ്റുമെങ്കിൽ. അതെ ഞാനിപ്പോ നിങ്ങളെ നിയമം പഠിപ്പിക്കാൻ വന്നല്ല. നിങ്ങൾ കിടന്ന് തർക്കിക്കണോണ്ട് പറഞ്ഞാണ്. അതിന്റെ കാര്യങ്ങളും സാധ്യതകളും പറഞ്ഞാണ്. നിങ്ങൾക്ക് അത് ഫീസ് കെട്ടിത്തരും. പിന്നെ ഇപ്പൊ നിങ്ങളത് കാണേണ്ട പോലെ നിങ്ങളത് ചെയ്യണില്ല. നിങ്ങളത് ചെയ്യണില്ല. അതാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ കോടിക്കണക്കിന് രൂപ ഒരു ഫാക്ടറി അവരിങ്ങനെ കുടിശ്ശിക വരുത്തി. അത് KSEBക്കാണ്. അല്ലാതെ ഞങ്ങളുടെ കാര്യങ്ങളിലൊന്നും അവർ കുടിശ്ശിക വരുത്തണില്ല. അത് കറക്റ്റായിട്ട്. നിങ്ങൾ സാധാരണക്കാര്. ഞങ്ങൾക്ക് എല്ലാ ആളുകളും വേണം. നിങ്ങളും ഞങ്ങൾക്ക് സാധാരണക്കാര് പണക്കാര് അങ്ങനെ ഇല്ല. ആളുകളൊന്നുമില്ല ഓഫീസിൽ. എല്ലാവരും അതിൻ്റെതായിട്ടുള്ള നിലപാടനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോ കാശ് വേണമെന്ന് പറഞ്ഞാൽ പോലെ കാശ് കൊടുത്തായിരുന്നു. അയാൾ വാങ്ങിക്കൂല. അയാൾ വാങ്ങിക്കൂല. അതുകൊണ്ടാണ് അയാൾ സത്യസന്ധനാണെന്ന് ഞങ്ങളോട് പറഞ്ഞത്. ആ സത്യസന്ധനായ ആളായതുകൊണ്ടാണ് നിങ്ങൾ ചെയ്ത് ശരിയല്ലാത്തതുകൊണ്ട് ആ ഫീസ് ഇങ്ങോട്ട് ഊരി കൊണ്ടുപോയി. അത് മനസ്സിലാക്കി സാറേ. വലിയ വലിയ സ്ഥാപനങ്ങളും ഫാക്ടറികളും കോടിക്കണക്കിന് രൂപ കുടിശ്ശിക വരുത്തിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഞങ്ങളെ പോലുള്ള പാവപ്പെട്ട കോടിക്കണക്കിനുള്ള ആൾക്കാർ കൃത്യസമയത്ത് ബില്ലടയ്ക്കുന്നതുകൊണ്ടാണ് നിങ്ങളെ പോലെ ശമ്പളം വാങ്ങിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾ നിലനിന്ന് പോകുന്നത്. ആ സാറ് മനസ്സിലാക്കിക്കോ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇയാൾക്ക് പറ്റുമെങ്കിൽ എന്റെ വീട്ടിലെ ഫ്യൂസ് കെട്ടിത്താ. അത്രേ പറയാം.